ആരോൺ, എൻ്റെ പ്രോഗ്രാമിൻ്റെ ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. എനിക്ക് മറ്റന്നാൾ ഈവനിങ് ആണ് പ്രോഗ്രാം വരുന്നത്. സോ ഐ തിങ്ക് നമുക്ക് രണ്ടുപേർക്കും പോവാല്ലേ? ഓ എടാ, ഞാൻ നിൻ്റെ അടുത്ത് പറയാൻ വിട്ടുപോയി. എന്താടാ, എന്ത് പറ്റി? എടാ വേറൊന്നുമല്ല, മമ്മി പെട്ടെന്ന് വിളിച്ചിരുന്നു. മമ്മീൻ്റെ കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് മറ്റന്നാൾ എന്താ പറയുക, നാട്ടിലേക്ക് തിരിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് എന്താ ഇപ്പോൾ? അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ കാര്യം തിരക്കുക. അപ്പം മമ്മി പറഞ്ഞു ഞാൻ വിളിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പിന്നെ നൈറ്റ് നേരത്തെ മമ്മി വിളിച്ചിരുന്നു. അപ്പം പറഞ്ഞു മുത്തശ്ശന് തീരെ വയ്യാന്ന്. ഓ ആ കളവനോ? ഒന്നുമില്ല. അപ്പോൾ മുത്തശ്ശനെ ഒറ്റയ്ക്ക് നോക്കുകയാണല്ലോ ജുവാൻ. അവനെ കൊണ്ടാണെങ്കിൽ ഒന്നിനും പറ്റുന്നുമില്ല. കാരണം ആകെ ഇടങ്ങാറ്. അപ്പോൾ മമ്മി എന്നോടൊന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലടാ, നിൻ്റെ അപ്പ അവിടെയുണ്ട്, നിൻ്റെ അപ്പൻ്റെ അനിയനുണ്ട്, അനിയൻ്റെ വൈഫുണ്ട്, അവർക്കൊന്നും നോക്കിക്കൂടെ? എടാ അതിന് മുത്തശ്ശൻ സമ്മതിക്കില്ലടാ. അതെന്താ? അവരുടെ 2 മക്കളല്ലേ? അതൊക്കെ ശരിയാ, പക്ഷേ മുത്തശ്ശൻ എല്ലാം ജുവാനെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഓക്കെ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. എടാ ഐ എം സോറി. ഇറ്റ്സ് ഓക്കെ യാർ, നീ എന്തായാലും പൊയ്ക്കോ. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ എന്തിനാ? ആടാ ഓക്കെ. എടാ ഐ വോണ്ട് ടു ബൈ സം സ്റ്റഫ്സ്. നീ വരുന്നുണ്ടോ? ഞാനൊന്നുമില്ല. വരുന്നുണ്ടേ വാ, ഒന്ന് ജസ്റ്റ് പുറത്തിറങ്ങാം നമുക്ക്. എനിക്കൊന്നും വയ്യ ഇങ്ങനെ മാസ്ക് ഇട്ട് പുറത്തിറങ്ങി നടക്കാൻ. നീ മാസ്ക് ഇട്ടൊരു ക്യാപ്പ് അങ്ങ് എടുത്തിടും. എന്നാ ഓക്കെ, ഞാൻ വരാം. ഹലോ. ഓ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. എന്താടാ, എന്ത് പറ്റി? ഒന്നുമില്ലടാ, പറ. നാളത്തെ പ്രോഗ്രാം മാറ്റി വെച്ചെന്നു. ഓ പ്രോഗ്രാം മാറ്റി വെച്ചോ? ഇനി അതിപ്പോൾ നടത്തത്തുണ്ടാവില്ല. അതെന്ത് പെട്ടെന്ന് മാറ്റിയേക്കാൻ? അവിടെ എന്തോ പ്രശ്നമുണ്ട്, എന്തോ വെയർ ഹൗസിങ്ങിൻ്റെ പ്രോബ്ലം അങ്ങനെ എന്തോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. വാട്ടെവർ. അപ്പം നീ ഇവിടെ ഉണ്ടാവും? അതെ. എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, കുറച്ചായില്ലേ നീ പറയുന്ന നാട്ടിലേക്ക് വരുന്നത്. എൻ്റെ കൂടെ നാട്ടിലേക്ക് വരും. നാട്ടിലേക്കോ? ഞാനോ? അത് നിൻ്റെ കൂടെ, നിൻ്റെ നാട്ടിലേക്ക്? ഞാനൊന്നുമില്ലടാ. അതെന്താ? ഞാനൊന്നും വരില്ല. എൻ്റെ ഈ കോലത്തിൽ നിൻ്റെ ഫാമിലിക്കൊന്നും തന്നെ പറ്റിയെന്നില്ല. ഓ നിൻ്റെ രാജ്യവും പിന്നെ നിൻ്റെ ചുണ്ടിലുള്ള കമ്പി നോക്കാൻ നിൽക്കല്ലേ അവർ. നീ വരാൻ നോക്ക്. ഞാൻ ഒന്നും പറയണില്ല. ഈ പ്രാവശ്യം ആരോ നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ആരോൻ്റെ കൂടെ ഹെസയിലും ഉണ്ടാവും. അത് വേണോടാ, അത് വേണം. ഓക്കെ വരാവോ? എന്നാ ടൈമില്ല, വേഗം പോയി പാക്കൊക്കെ ചെയ്തോളൂ. എനിക്കെന്ത് വെക്കാൻ? എനിക്ക് കുറച്ച് ടീഷർട്ട്സും പാൻറ്റും. നീ പോയി പാക്ക് ചെയ്യടാ. ലില്ലി, എൻ്റെ ആരുമോൻ വന്നെന്നാ തോന്നുന്നത്. നീ ഒന്ന് പോയി നോക്കിക്കേ. എടാ ജുവാനെ, എന്നോടും കൂടെയാ പറഞ്ഞു. അവൻ്റെ ലഗേജ് ഒക്കെ ഉണ്ടോ? അതൊക്കെ ഒന്ന് എടുത്ത് ഇവിടെ കൊണ്ടേക്ക്. മോനെ ആരോൺ, എത്ര ആയടാ നിന്നെ ഒന്ന് കണ്ടിട്ട്. എനിക്ക് ഈ നാട്ടിലേക്കുള്ള വഴിയൊക്കെ മറന്നോ? വയ്യ മറന്ന ഞാൻ ഇങ്ങോട്ട് വരും എൻ്റെ ലില്ലി കുട്ടി. ഞാനൊന്നും പറയണില്ല. പിന്നെ മോൻ എന്തോ പറയുന്നു, എന്നെ കൂട്ടു നിൽക്കുന്ന ഒരു അച്ഛനും കൂടെ ആയോണ്ട് പിന്നെ പറയണ്ടല്ലോ. അല്ല മുത്തശ്ശൻ എവിടെ? മുത്തശ്ശൻ ആ റൂമിൽ കിടക്കുന്നുണ്ട്. ജുവാനെ വിളിച്ച് പോകുന്നുണ്ടായിരുന്നു. ഇനി എന്തിനാണോ എന്തോ. ലില്ലിക്കുട്ടി, നമ്മുടെ കൂടെ ഇന്ന് ഒരാളൂടെ ഉണ്ടാവും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ പറയാറില്ലേ, എൻ്റെ ഫ്രണ്ട് സിംഗറാണ് എസൈൽ. അവനെ പറ്റി അവനോട് ഉണ്ടാവും. അവൻ കോൾ ചെയ്യാൻ പോയിരിക്കുക. ഓക്കെ, എന്നാ നീ അകത്തേച്ചല്ലേ. അയ്യോ ലഗേജൊക്കെ കാറിൻ്റെ ഡിക്കിയെ കാണും, പോയി നോക്കട്ടെ. എൻ്റെ അമ്മ, ഇതെന്തോരം ബാഗാ.
ആരോൺ സാർ ഇനി അവിടെ വിട്ടിങ്ങോട്ട് പോന്നു. ഇത്രമാരി പേകൂ. ഓക്കെ, ഐ എം സോറി, എനിക്ക് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് ഐ എം നോട്ട് ഇൻ എ പ്ലേസ്. ഓക്കെ, എക്സ്ക്യൂസ് മീ. എന്താണ് സാർ വേണ്ടേ? Are you Joan? ആ അതെ. എന്നെ തന്നെ എങ്ങനെ അറിയാമെന്നായിരിക്കും. തന്നെ എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ I'm a magician, so I know all about the world. ഓ, സത്യത്തിലും മജീഷ്യനാണോ? അതെ. ഓക്കെ. താനൊരാളാണോ ഈ ബാഗ് മൊത്തം ചുമക്കാൻ പോകുന്നത്? ആ അതെ. ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓ വേണ്ട, അത് ഞാൻ ചെയ്തോളാം. എടാ ഹേസൽ, നീ അവിടെ എന്തെടുക്കുക? അവിടെ ഒരു മിനിറ്റ്, ഞാൻ വരുന്നു. അയ്യോ, ആരോൺ സാറിൻ്റെ ഫ്രണ്ടാണോ സാർ? സോറി, ഞാൻ അതറിയാം. അതിന് താൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ അതിന് നീ എന്തിനാ വിൽക്കുന്നേ? ഒന്നുമില്ല സാർ. ആദ്യം നീ സാരൂലൊന്ന് മാറ്റ്. വാട്ടവർ, ഞാനും വരാം ബാഗ് എടുത്ത് വെക്കാൻ. വേണ്ട, ഞാൻ എടുത്തോളാം. എന്നാ താൻ എടുത്തോ. ഓക്കെ. മോനെ ആരു, എത്ര കാലമായിടാ നിന്നെ കണ്ടിട്ട്. മുത്തശ്ശ, നീ വന്നിരിക്കുക, എന്തേലും കഴിച്ചോ നീ? ഇല്ല മുത്തശ്ശ. എന്നാ ലില്ലി, അവനെന്തെങ്കിലും ഭക്ഷണം എടുത്ത് വെക്ക്. മുത്തശ്ശ, എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട്. അവനും നമ്മുടെ ഇവിടെ നാട്ടിൽ കുറച്ച് അതിലുണ്ടാവും. ആണോ? എന്നിട്ട് അവനെവിടെ? ഇതെന്താ സാധനം? അല്ല മോനെ, ഇതെന്താ അവന്റെ കയ്യിലും? മുത്തശ്ശ, ദാറ്റ്സ് ടാറ്റു. ഒന്ന് മുണ്ടാതിരി, അവൻ കേക്കും. മുത്തശ്ശ, ഇതാ ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ഹേസൽ. ഓ, മറ്റേ ഹസാല്. എന്താണ്? ഹസാലല്ല മുത്തശ്ശ, ഹേസൽ. ഇപ്പത്തെ കുട്ടികളുടെ ഓരോ പേരുണ്ടല്ലേ, തൊള്ളേ കൊള്ളൂല. ഹലോ മുത്തശ്ശ, ഐ എം ഹേസൽ. എടാ, ഇത് മുത്തശ്ശനാ. നിങ്ങക്ക് ഫുഡ് വേണ്ടേ? എടാ ജുവാനെ, ഇവിടെ വന്നേ. നീ അവിടെ എന്തെടുക്കുക? ലില്ലി, അവർക്ക് ഫുഡ് എടുത്ത് വെക്ക്. ജുവാനെ, എടാ ജുവാനെ. ആ മുത്തശ്ശ, എന്താ? ഞാൻ വരുന്നത്. നീ അവിടെ എന്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്? വന്ന് അവർക്കുള്ള ഭക്ഷണമൊക്കെ എടുത്തു വെച്ചു കൊടുക്ക്. ആ മുത്തശ്ശ, ഞാൻ എന്താ വരുന്നത്. ഞാൻ ഈ ലഗേജും പിടിച്ച് അവിടെ നിൽക്കാണ്ട് അവരുടെ റൂമിൽ കൊണ്ടു വെക്കടാ. മോനെ ആരു, നീ അവനെ റൂം പോയി കാണിച്ചു കൊടുക്കും. നിങ്ങളൊന്ന് ഫ്രഷ് ആയോ? എടാ ഹേസൽ, വാ, ഞാൻ റൂം കാണിച്ചു തരാം. നിന്റെ മുത്തശ്ശൻ അവനോട് ഇത്ര കലിപ്പ്? നല്ല ഭാഷയൊന്നും അറിയത്തില്ലേ? മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ജോൺ, നിനക്ക് സുഖല്ലേടാ? മുത്തശ്ശൻ നിന്നെ വല്ലാണ്ട് അടങ്ങാറാക്കുന്നുണ്ടാവില്ലേ? എനിക്കൊരു അടങ്ങാറുമില്ല ആരോൺ സാർ. ആരോൺ സാറോ? നീ എന്നെ ഇതുവരെ ആരോണേട്ടാന്നല്ലായിരുന്നു വിളിച്ചിരുന്നത്. ഇനി അതങ്ങനെ തന്നെ മതി. അരുണേട്ട, എന്ന ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും കഴിക്കാൻ വാ. ആ ശരി, നീ പൊക്കോ. ലിലി ചേച്ചി, ഇത് മറ്റേ എന്താ പറയുക, എന്താ സാധനം? ബ്രോക്കോളി, പിന്നെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഉണ്ട്. ഞാനൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു മുത്തശ്ശൻ പറഞ്ഞേ? മുത്തശ്ശൻ എന്തോ മുത്തശ്ശന്റെ തൈലം വാങ്ങിയില്ലേ നീ? അയ്യോ, മറന്നുപോയി. എടാ, നിനക്ക് അറിയില്ലേ മുത്തശ്ശന്റെ കാര്യം? ഇനി നിന്നെ അയാള് നിർത്തിപ്പോയി.
ഞാൻ വേഗം പോയി വാങ്ങിത്തരാം. മുത്തശ്ശൻ വരാന്നുണ്ടെങ്കിൽ എന്താ ഇപ്പം പറയാ. അതൊന്നും നീ ടെൻഷൻ ആവണ്ട, അതൊക്കെ ഞാൻ പറഞ്ഞില്ല. നീ പോയി സാധനം വാങ്ങി വേഗം വാ. ഓക്കെ. ലില്ലി അവനെവിടെ? ജോൺ. അത് അച്ഛാ, ജോൺ സാധനം വാങ്ങാൻ വേണ്ടിട്ട് പോയതാ. ഇത്ര നേരമായിട്ട് വന്നില്ലേ? വരാൻ നമ്മൾ കുറെ സാധനം അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതെല്ലാം കൂടി അവൻ തന്നെ ഒറ്റൊരാൾ പോയി വാങ്ങി വരണ്ടേ, അപ്പൊ കുറച്ച് സമയം എടുക്കും. വന്നിട്ട് അവനോട് എൻ്റെ അടുത്തേക്ക് വരാൻ പറ. എന്തായി ജോൺ, കിട്ടിയോ? കിട്ടി. എടാ, നിന്നെ മുത്തശ്ശൻ വിളിക്കുന്നുണ്ടെന്നാ തോന്നുന്നു. ആണോ? എന്നാ ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. നീ എവിടെയായിരുന്നു? ഞാൻ അത് മുത്തശ്ശ, അവിടെ നിന്ന് ചവിട്ട് നാടകം കളിക്കാതെ ഇവിടെ വന്ന് നിന്ന് പറയടാ, നീ എവിടെയായിരുന്നു? അത് മുത്തശ്ശ. ഛേ, അസന്ത. മുത്തശ്ശ വേദനിക്കുന്നു. പിന്നെ വേദനിക്കാൻ വേണ്ടിയല്ലടാ അടിക്കുന്നത്. എനിക്ക് എത്ര പറഞ്ഞാലും എന്താടാ മനസ്സിലാവത്തില്ലേ? ഞാൻ നിന്നോട് എന്ത് പറഞ്ഞിട്ടാ പോയി ഇവിടുന്ന്? ഹേയ് മുത്തശ്ശ, വാട്ട്സ് അപ്പ്? ഹേസൽ ഹിയർ. എന്തോന്ന്? നത്തിങ് മുത്തശ്ശ. മുത്തശ്ശ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നായിരുന്നു. മുത്തശ്ശനറിയാലോ, ഞാൻ അവിടെ കൊറിയയിൽ തന്നെയാണ് പഠിച്ചതും വളർന്നതും ഒക്കെ. കുഞ്ഞിൽ ജനിച്ചതിൻ്റെ ശേഷം അവിടേക്ക് പോയതാണ്. അപ്പം പിന്നെ ഈ നമ്മുടെ ഇവിടുത്തെ ട്രഡീഷനെയും കൾച്ചറിനെയും പറ്റിയൊക്കെ ഞാൻ അമ്മ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. സോ എനിക്ക് ഇവിടെ വന്നപ്പം അതിനെപ്പറ്റി എക്സ്പീരിയൻസ് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യണം, ഇവിടുത്തെ ഫുഡ് കഴിക്കണം, അങ്ങനെ പല ആഗ്രഹങ്ങളുണ്ട്. അതിന് മുത്തശ്ശ എനിക്കൊന്ന് പുറത്തു പോകണം. പോയിക്കോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അതെന്തേ? അത് എനിക്ക് കൂടെ ആരെങ്കിലും വേണം. കാരണം എനിക്ക് ഇവിടുത്തെ വഴിയും കാര്യങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ ഇവിടുത്തെ സ്ഥലങ്ങൾ എന്താ എങ്ങനെയാണെന്നൊന്നും. അതാണോ കാര്യം? മോൻ പോയി ആരോണിനെ വിളിച്ചു നോക്ക്, അവൻ വരാൻ മതിയാവല്ലോ. മുത്തശ്ശ മിണ്ടരുത്. അന്ന് മുതൽ അവനും അവൻ്റെ ലാപ്പും വെച്ചിരിക്കില്ല. വർക്കഹോളിക് ബോയ്. അതവിടെ വിട്. അവൻ എന്തായാലും ഇപ്പോൾ വരത്തില്ല. അവൻ്റെ കമ്പനിയിലെ കുറേ വർക്ക്സ് അവന് പെൻഡിങ് ഉണ്ട്, ഇമെയിൽ ചിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുക. സോ മുത്തശ്ശന് വരാൻ പറ്റുമോ? അയ്യോ, എനിക്കോ മോനെ, എൻ്റെ കാലാകെ പണിയേറ്റിരിക്കുക. ഓ ജീസസ്. സോ ദാറ്റ്സ് പ്ലാൻ ഓൾസോ ruined. ഐഡിയ. മുത്തശ്ശ, ജുവാൻ ഈസ് ഹിയർ. സോ ഞാൻ ജുവാനായിട്ട് പോയിക്കോളാം. ജുവാനായിട്ടോ? അവന് മുത്തശ്ശനൊന്നും പറയണം, ഞാൻ ജുവാനായിട്ട് പോവാണെന്ന് അവനെ രാത്രി കണ്ടാൽ മതി. അല്ല സർ, അത് സ്റ്റോപ്പ്. കം വിത്ത് മീ. ഇത്രയും നേരം മുത്തശ്ശനോട് വളവള പറഞ്ഞ ഇയാള് ഇപ്പൊ എന്താ ഇങ്ങനെ? ഇയാളെന്താ അന്യനോ? Get in the car. ഒരു മിനിറ്റ്. നിനക്ക് കാർ ഓടിക്കാൻ അറിയോ? മുത്തശ്ശൻ്റെ ആവശ്യങ്ങൾക്ക് ഞാനാ കൊണ്ടുപോകാം. ഓക്കെ ദെൻ നീ കാർ ഓടിക്ക്, ഞാൻ ഈ സൈഡിലിരിക്കാം. അത് ഓക്കെ സാർ. ആൻഡ് ജോൺ, ഇനി മുതൽ എന്നെ ഹേസൽ എന്ന് വിളിച്ചാൽ മതി. ഡോണ്ട് കോൾ മീ സാർ. എനിക്ക് ഇഷ്ടമാവുന്നില്ല നീ എന്നെ ഇങ്ങനെ സാർ എന്ന് വിളിക്കുന്നത്. പക്ഷെ സാർ അത് മുത്തശ്ശൻ കേട്ട എന്ത് ചെയ്യും? മുത്തശ്ശൻ ഒരു കൂപ്പും പറയത്തില്ല. നീ എന്നെയല്ലേ വിളിക്കുന്നത്, മുത്തശ്ശനല്ലല്ലോ. സോ ജസ്റ്റ് കോൾ മീ ഹേസൽ. ഓക്കെ? ഓക്കെ ഹേസൽ. Wow. It's good to hear from your mouth. Nothing. Get in the car. ഓക്കെ. ഈ പാട് അതൊന്നുമില്ല ഹേസൽ, അത് ജസ്റ്റ്. നീ ഇനി അതിന് വിക്കി കഷ്ടപ്പെടണ്ട, ഞാനത് കണ്ടതാ. പിന്നെ
ഒരാള് നമ്മുടെ സമ്മതമില്ലാണ്ട് കാര്യമില്ലാണ്ട് നമ്മളെ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് പ്രതികരിക്കണം, അല്ലാണ്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കലല്ല, അതാരായാലും. ഹേസൽ, പക്ഷേ ഇതങ്ങനെ. അയാൾ നിന്റെ സ്വന്തം മുത്തശ്ശനാണോ? വാട്ടെവർ, അതിനെപ്പറ്റി പറയാമെന്ന് ചിലപ്പം. ഫസ്റ്റ് നമ്മൾ എവിടുക്കാ പോകുന്നത്? അത് ഇവിടെ കുറേ ടെമ്പിൾസ് ഉണ്ട് നല്ല കാണാൻ പറ്റിയ, പിന്നെ പള്ളികളുണ്ട്, പിന്നെ നമ്മൾ കുളമുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റൊരു സ്പോട്ടുണ്ട്. ഫുഡോ? അപ്പോൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചില്ലേ? വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചില്ല. അതെന്താ? അതൊന്നുമില്ല. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ? എനിക്ക് അങ്ങനൊന്നുമില്ല. സ്ട്രോബെറീസ് ഇഷ്ടമാണല്ലേ? സ്ട്രോബെറീസ്? എനിക്ക് സ്ട്രോബെറീസ് ഇഷ്ടമാണെന്ന് ഹേസലിന് എങ്ങനെ അറിയാം? ഓഹോ, അതറിയാൻ വലിയ കഷ്ടപ്പാടൊന്നുമില്ല. അങ്ങ് കണ്ടില്ലേ ചുമന്നിരിക്കുന്നത്? ജസ്റ്റ് കെയറിങ്. നമുക്ക് ആദ്യം ഒരു ഐസ്ക്രീം കഴിക്കാൻ പോവാം, എന്നിട്ടൊന്ന് ചുറ്റിക്കറങ്ങാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വിശക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങാം. എങ്ങനെയുണ്ട്? ഓക്കെ, ആസ് യു വിഷ്. ഹേസൽ, ഞാൻ നിന്നെ വേറെ എവിടെയോ വെച്ച് കണ്ടുപോലെ ഒരു ഓർമ്മ, പക്ഷെ എവിടെയാന്നുള്ളത്. ജോൻ, നീ പോപ്പ് സോങ്സ് ഒക്കെ കേൾക്കാറുണ്ടോ? ലൈക്ക് കൊറിയൻ പോപ്പ് സോങ്സ് ഒക്കെ? ആ അതെ, കേൾക്കാറുണ്ട്. ഏതെങ്കിലും ബാൻഡിൻ്റെ ഫാനാണോ? ബാൻഡിൻ്റെ ഫാനാണോന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ വലിയ ഫാനൊന്നുമല്ല, ബട്ട് കേൾക്കാറുണ്ട്. കുറേ സോങ്സിനെ പറ്റി ന്യൂസിലൊക്കെ കേട്ടിട്ട് ഉണ്ട്, പിന്നെ ഇങ്ങനെ ജസ്റ്റ് കേൾക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അവരുടെ ഫോളോ ചെയ്യുന്നൊന്നുമില്ല? ഇല്ല. അതാണ് പ്രശ്നം. അമ്മ കേപ്പപ്പായത്. വാട്ട്? എന്തേ വിശ്വസിക്കാൻ പറ്റുന്നില്ല? കേപ്പ് ഐഡൽ വെറുതെ അല്ല, അതുപോലത്തെ ഡ്രസ്സിങ്ങും ലുക്കും സത്യമായിട്ടും. അതെ, നീ എന്നെ ഇതുവരെ കണ്ടിട്ടില്ലേ? ഡിഡ് യു നോ അബൌട്ട് JK? ഐ നോ. നീ അവനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. വാട്ട്? Oh my holy moly Jesus, I can't believe this. What? What, JK? അത് എൻ്റെ കൂടെ കാറിൽ? ആ കണ്ണൊന്ന് നേരെ വെച്ചേക്ക്, അല്ലെങ്കിൽ ആ ഉണ്ണിക്ക് പുറത്തെത്തും. എൻ്റെ പൊന്നു ചുവനെ, കൊച്ചൊന്ന് നേരെ ചുവ നോക്കി വണ്ടി ഓടിച്ച് ഐസ്ക്രീം ഷോപ്പിൽ എത്തത്തുണ്ടാവില്ല. ഇപ്പോൾ ഒക്കെ പോവാന്നുണ്ടെങ്കിലേ നമ്മൾ മെഡിക്കൽ കോളേജിലാവും എത്തുക. എന്തൊരു ഭംഗിയുള്ള ചിരിയാ. I never see a boy who look like this much cute. इकलौता मेरा दिल था, भोला भाला सिंपल था, तुझसे मैं टकराया, सर फिरा हो गया, मुझे प्यार लगा जो तुझे लगा भाईचारा, अरमान तो जागे मैं मगर सो गया, बन गई मुसीबत पीछे पड़ी है, ये कॉमेडी है या ट्रेजेडी है, क्या होना था क्यों हो गया, लो चाहे उल्फत हो गया. വീടെത്തി. ഹേസൽ, വാ, വീടെത്തി, പോവാം. നിൽക്കുന്ന ഒരു മിനിറ്റ്. എന്തേ? ഇതെന്താ?
ഒരു ചിന്ന ഗിഫ്റ്റാ, നീ വെച്ചോ. ഇത്രയും വലിയൊരു ചിന്ന ഗിഫ്റ്റോ? ഇത് നിനക്കാ. ഹേസൽ, ഞാനൊന്ന് ഹഗ് ചെയ്തോട്ടെ? ഇനി താൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. കാരണം എൻ്റെ ലൈഫിൽ ഇത്രയും വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ഡേ എൻ്റെ അമ്മയപ്പം മരിച്ചതിൻ്റെ ശേഷം ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ടൈം. അതിൻ്റെ ശേഷം താനൊരാൾ കാരണം ഞാൻ ഇന്ന് എത്രയോ ഹാപ്പി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെയോ തിരിച്ച് കിട്ടിയ പോലെയൊക്കെ തോന്നാം. ജോൻ, ഫസ്റ്റ് ടൈം ഞാൻ നിന്നെ കണ്ടപ്പോൾ നീ വെറും എനിക്കൊരു സ്ട്രേഞ്ചറായിരുന്നു. തിരിച്ച് നിനക്ക് ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ നമ്മൾ ഇത്രയ്ക്ക് ക്ലോസ് ആവുമെന്ന് ഞാനും വിചാരിച്ചില്ല. പിന്നെ നീ പറഞ്ഞില്ലേ അപ്പ അമ്മ പോയതിൻ്റെ ശേഷം നീ ഇത്രയും ഹാപ്പി ആയിട്ടില്ല എന്ന്. നന്നായിട്ട് നിൻ്റെ പാരൻസിനെ മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഞാനും നിൻ്റെ അതേ ഒരു ഇതിൽപ്പെട്ട ആളാണ്. കാരണം എൻ്റെ അമ്മയപ്പയും ഉണ്ടെന്ന് പറഞ്ഞാൽ ഇല്ലാത്ത അവസ്ഥയായിരുന്നു. കാരണം ഞാൻ ജീവിച്ചതും വളർന്നതും ഒക്കെ കൊറിയയിലാണ്. അവരുടെ ജോലിക്കാര്യങ്ങളായിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മ അപ്പ എന്നുള്ള ആ ഒരു സ്നേഹം കിട്ടിയിട്ടേ ഇല്ല. അപ്പം എൻ്റെ കൂടെ ആരുണ്ടോ അവരെ അത് അനുഭവിക്കാത്തവരാണെങ്കിൽ അവരുടെ പെയിൻ എന്താണെന്ന് നല്ലോണം അറിയുന്ന ഒരാളാണ് ഞാൻ. സോ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിക്കൊക്കെ ഞാൻ നിന്നെ ഹാപ്പി ആക്കാൻ ശ്രമിക്കും, അതിപ്പോൾ ഏത് വഴിയാണെങ്കിലും. കാരണം ഇനി നിനക്ക് വേണ്ടി നിൻ്റെ അപ്പ ആവാനോ അമ്മ ആവാനോ നിൻ്റെ ബ്രദർ ആവാനോ നിൻ്റെ ഫ്രണ്ട് ആവാനോ നിൻ്റെ ഹസ്ബൻഡ് ആവാനോ നിൻ്റെ ബോയ് ഫ്രണ്ട് ആവാനോ വേണമെങ്കിലും ഞാൻ തയ്യാറ്. സോ എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാം. വേറെ ആരും നീ പേടിക്കണ്ട. പിന്നെ നിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്നറിയോ? നിൻ്റെ ഈ ഇന്നസെൻസിലാണ് ആൾക്കാർ വേണോ. ആൻഡ് ഐ റിയലി റിയലി ലൈക്ക് യുവർ ക്യാരക്ടർ. എന്ത് പറ്റി? എന്താ ഒരു മതി? അത് ഫസ്റ്റ് ടൈമാ എന്നെ പറ്റിയ ഒരാൾ ഇത്രക്കൊക്കെ, അതുകൊണ്ടാ. ഓ ആ, അത് വയ്യ നിനക്ക് മനസ്സിലാക്കണം. എനിക്ക് ഇതിൽ കൂടുതൽ വർണ്ണിക്കാൻ അറിയാം. പിന്നെ എൻ്റെ കൺട്രോൾ പേടിച്ചോയോ? വാ ഉള്ളോട്ട് പോവാം. അല്ലെങ്കിൽ അവിടെ ഉള്ള നിന്റെ മുത്തശ്ശൻ ഉണ്ടല്ലോ ഇങ്ങോട്ട് കയറി വരും. അയ്യോ, പറഞ്ഞ പോലെ മുത്തശ്ശൻ. എന്തിനാ പേടിക്കുന്നത്? അയാൾ ഇതിനൊന്നും ചെയ്യത്തില്ല. ഇനി എന്തെങ്കിലും ചെയ്താൽ ബാക്കി നമുക്ക് അപ്പം നോക്കാം. ആ വന്നോ രണ്ടാളും? മോനെ ഈസലെ, നിനക്ക് വിശക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫുഡ് അവിടെ അവളെ ലില്ലി എടുത്തു വെച്ചിട്ടുണ്ട്, നീ പോയത് കഴിച്ചോ. ജോൻ, നീ ഒന്ന് എൻ്റെ റൂം വരാവാ. ആ മുത്തശ്ശതാ വരുന്നത്. എന്താ നിന്റെ കയ്യില്? അതൊന്നുമില്ല മുത്തശ്ശ, അതെന്റെ കുറച്ച് സാധനങ്ങളാ. ജോൻ, അത് നീ എൻ്റെ റൂമിൽ കൊണ്ടുവച്ചു കേട്ടോ. മുത്തശ്ശ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മോനെ നീ പറ. ഞാൻ പറഞ്ഞ് എൻ്റെ പിടുത്തം കൊണ്ടാണ് ജോൻ എൻ്റെ കൂടെ വന്നത്. അത് മുത്തശ്ശനും കണ്ടതാ. സോ ഞാൻ പറഞ്ഞിട്ട് വന്നതുകൊണ്ട് തന്നെ അവൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല. സോ ഇനി അതിൻ്റെ പേരിൽ മുത്തശ്ശൻ അവൻ എന്തെങ്കിലും ഒരു തരത്തിൽ വേദനിപ്പിച്ചാൽ മുത്തശ്ശ എന്ന് വിളിച്ച് ഈ നാക്കുകൊണ്ട് എനിക്ക് വേറെ പലതും പറയാനും ചെയ്യാനും അറിയാം. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ മുത്തശ്ശനോട് മിണ്ടാണ്ടിരിക്കുന്ന പോലെ ഞാൻ മിണ്ടാണ്ടിരുന്നോണമെന്നില്ല. പിന്നെ മുത്തശ്ശൻ വിചാരിക്കുന്നുണ്ടാവും എവിടുന്നോ വലിഞ്ഞു കയറി വന്ന എനിക്കിതൊക്കെ പറയേണ്ട ആവശ്യം എന്താണ്. എനിക്ക് ഇതുവരെ അത് പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇനി മുതൽ നിങ്ങൾക്ക് ആർക്കും വേണ്ടെങ്കിലും അവനെ എനിക്ക് വേണം. സോ എന്തെങ്കിലും തരത്തിലുള്ളൊരു വിഷമം അവന് മുത്തശ്ശൻ കാരണം ഉണ്ടായാൽ പിന്നെ മുത്തശ്ശൻ കാണാൻ പോകുന്നത് ഇതുവരെ കളിച്ചും ചിരിച്ചും നടന്ന് നിങ്ങളോട് സംസാരിച്ച ഈസലിനായിരിക്കത്തില്ല. മൈൻഡ് ഇറ്റ്. മുത്തശ്ശ, എന്നെ എന്തിനായിരുന്നു വിളിച്ചേ? ഒന്നുമില്ല, നിനക്ക് ക്ഷീണം കാണില്ലേ, പോയി കുളിച്ച് മാറ്റി പോയി കിടന്നോ. അയ്യോ മുത്തശ്ശന് ഇതെന്തോ പറ്റി? എന്നോട് ഇത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത്.
ആ ജോൻ എപ്പ എത്തി? ഇപ്പം കയറുന്നുള്ള ആരാട്ടാ. ആണോ? മുമ്പ് എന്നാലേ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. പിന്നെ നിന്ന് ഹാപ്പി ആയിരുന്നോ? ഹാപ്പി ആയോ എന്നോ? പിന്നെ എങ്ങനെയാ ഹാപ്പി ആവണ്ടിരിക്കുക? അങ്ങനെയുള്ള സാധനത്തിന്റെ കൂടെ അല്ലേ പോയേ? അരുണേട്ടാ, ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഹേസലിനെ ആദ്യം കണ്ടപ്പം വിചാരിച്ചു ആള് ഭയങ്കര ചൂടനാ, ഭയങ്കര ജാടയാ, ഭയങ്കര സംഭവം എന്നൊക്കെ. പക്ഷേ ഈ സച്ച് എ കൈൻഡ് പേഴ്സൺ ഐ എവർ മെറ്റ്. എനിക്ക് അവന് ഇഷ്ടമായോ? നത്തിങ്. നീ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ നോക്ക്. അപ്പൊ ഓക്കെ, ഞാനൊന്ന് അവനെ കണ്ടിട്ട് വരാം. വർക്ക് ആയത് കാരണം ഇന്ന് ഞാൻ അവനെ മൈൻഡ് ചെയ്തിട്ടില്ല. ആണോ? എന്നാ ഓക്കെ അരുണേട്ടാ. ഹലോ മിസ്റ്റർ ഈസൽ. ഓ വന്നോ? എന്തേ മോന്റെ വർക്കൊക്കെ കഴിഞ്ഞോ? ഓ എന്റെ വർക്കൊക്കെ കഴിഞ്ഞു. നിങ്ങളുടെ വർക്ക് എവിടെ വരെ ആയി? എന്ത് വർക്ക്? അല്ല, ഇന്ന് ചിലര് പുറത്തു പോകാൻ പ്ലാൻ ഇടുന്നു, എന്നിട്ട് എനിക്ക് വർക്കാണെന്ന് പറഞ്ഞ് എന്നെ കൂട്ടാണ്ട് വേറെ ചിലരെ കൂട്ടി പോകുന്നു. ഇങ്ങനെ ചിലതൊക്കെ നടക്കുന്നുണ്ട്. നീ എന്താ ഈ പറഞ്ഞിരുന്നേ? ഞാൻ പറഞ്ഞിരുന്നതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലല്ലേ? അങ്ങനെയൊക്കെ അത് കിടന്ന് വരില്ലണ്ട. അത് കഴിച്ചിട്ട് ഞാൻ പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക്. എടാ ജോനെ, നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. ഹേസലിന്റെ മുമ്പ് നായോണ്ട് നീ രക്ഷപ്പെട്ടു. നിന്നെ ഞാൻ നാളെ എടുത്തോളാം. ഗുഡ് മോർണിംഗ് ലിലി ചേച്ചി. വെരി ഗുഡ് മോർണിംഗ്. ഇതെന്താ ഇന്ന് വല്ലാത്ത ഹാപ്പിയിലാണല്ലോ മോനെ നീ? എന്ത് പറ്റി? പ്രത്യേകിച്ചൊന്നുമില്ല. ആണോ? എന്നാ ഓക്കെ, നീ ഒരു കാര്യം ചെയ്യും, ഈ ഗ്രീൻ ടീ കൊണ്ടുപോയി നീ ഹേസലിനെ കൊണ്ടുകൊടു. ഹേസലിനോ? ഹേസലിന് എന്തിനാ ഇത്രയും രാവിലെ ഗ്രീൻ ടീ? അവൻ വർക്കൗട്ട് ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ. അവൻ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ ടീ മസ്റ്റാ. ഇതൊന്ന് നീ കൊണ്ടുപോയി കൊടുത്തേ. ഓക്കെ ലിലി ചേച്ചി. അരുണേട്ടൻ നീച്ചോ? ഞാൻ അരുണേട്ടനെ വിളിക്കണോ? ആരാണ് ഓൾറെഡി എണീച്ചു, അവന് വാക്കിങ്ങിന് പോയതാ. ആണോ? എന്നാ ഓക്കെ ലിലി ചേച്ചി, ഞാൻ ഇത് കൊണ്ടുകൊടുത്തിട്ട് വരാം. ഡോർ ഓപ്പൺ ചെയ്തോ? ബോഡി കണ്ട ഫ്ലാറ്റ് ആയെന്നാ തോന്നുന്നു. പണിയുണ്ട്. ഹേസൽ, എന്തേ? മാറി നിൽക്കോ, എനിക്ക് പോണം. എവിടേക്കോ? താഴേക്ക്. താഴേക്ക് പോണോ? അതെ. എനിക്ക് തരാനുള്ളത് തന്നിട്ട് വയ്ക്കോ. എന്തു തരാൻ? ആ ഗ്രീൻ ടീ താടോ. സോറി ഇതാ. എന്നൊക്കെ ഞാൻ പോവാ. Hey, wait. Tastes like strawberries. What was that? Jesus Christ. പക്ഷെ അങ്ങനെ നടക്കാൻ പാടില്ല. But why should he kiss me? My lips. എന്നിട്ട് അവൻ പറഞ്ഞതെന്താ? Hey, wait. Tastes like strawberries.
ഇനി ഞാൻ ഇങ്ങനെ ഹേസലിൻ്റെ മുഖത്ത് നോക്കും? അതിന് ഞാനല്ലല്ലോ, അവനല്ലേ ചെയ്ത്. ബട്ട് വൈ ഹി? ഇറ്റ്സ് ഓക്കെ, അത് വിട്ടേക്ക്. ലില്ലി ചേച്ചിയുടെ അടുത്ത് പോവാം. ഇവിടെ ഇങ്ങനെ നിന്നാൽ മുത്തശ്ശൻ കണ്ട ചീത്തയേക്കും. ഞാൻ കിച്ചണിലേക്കാണ് വരണേട്ടാ. ആണോ? മമ്മീൻ്റെ അടുത്ത് പറ എനിക്ക് കുറച്ച് മാംഗോ ജ്യൂസ് ഉണ്ടാക്കി വെക്കാൻ. ഓക്കെ ആയിരുന്നേട്ടാ. ഹേയ് വെയിറ്റ്, നിനക്ക് എന്ത് പറ്റിയായിരുന്നേട്ടാ? എന്താ മുഖം നാകെ ചുവന്ന് തൊടുത്തിരിക്കുന്നേ? ഏയ് അതൊന്നുമില്ലായിരുന്നേട്ടാ, അതും തോന്നുന്നതായിരിക്കും. തോന്നുന്നതാണോ അല്ലെങ്കിൽ ചിലരെ തോന്നിപ്പിച്ചതാണോ? ഒന്നുമില്ല, ഉപയോഗിക്കോ? ആരോട്ടിന് മനസ്സിലായി എന്ന് തോന്നുന്നു. നിന്നെ ഞാൻ കാണിച്ചു തരാം. ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നീ പോയി ഹേസലിനെ ആരോണിനൊക്കെ വിളിച്ചിട്ടോ. ലില്ലി ചേച്ചി, ഞാൻ പോയി മുത്തശ്ശനെ വിളിക്കാം. ഹേസലിനെയും അരുണേട്ടനെയും ലില്ലി ചേച്ചി വിളിച്ചോ? അതെന്ത് പറ്റി? അതൊന്നുമില്ല, എനിക്ക് സ്റ്റെപ്പ് കയറിപ്പോകാൻ വയ്യ, അതുകൊണ്ടാ. ആണോ? എന്നാ ഓക്കെ, നീ പോയി മുത്തശ്ശനെ വിളിച്ചോ. മുത്തശ്ശ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ലില്ലി ചേച്ചി മുത്തശ്ശനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. ഓഹോ, വന്നു മഹാരാജാവ്. നീ ഒന്ന് ഇവിടേക്ക് വന്നേ. നിന്റെ ഈ പാവം പിടിച്ച വൃത്തികെട്ട മൂന്ത കണ്ടിട്ട് വീഴുന്ന പലരുണ്ടാവും. ഈ ഫിലിപ്പ കൂട്ടത്തിൽപ്പെട്ട ആളല്ല. അങ്ങനെ നീ കരുതി കൂട്ടുക വേണ്ട. പിന്നെ ഇന്നലെ നിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ സംസാരിച്ചത് അവിടെ ഹേസൽ ഉള്ളതുകൊണ്ട് മാത്രം, അല്ലാണ്ട് എനിക്ക് നിന്നോടൊരു സിമ്പതി തോന്നിയിട്ടൊന്നുമല്ല. പിന്നെ ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം, നല്ലോണം ആലോചിച്ചോ. എനിക്ക് പലതും ചെയ്യാൻ കഴിയും, പലതും. അത് നിനക്ക് നന്നായി അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന പോലെ അനുസരിച്ച് ഇവിടെ നിന്നാൽ നിനക്കിവിടെ ജീവിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിൻ്റെ അപ്പനെ അമ്മനെ നിനക്ക് നഷ്ടപ്പെട്ട പോലെ തന്നെ ഈ വീടും നിനക്ക് നഷ്ടപ്പെടും. നിനക്കാകെ കൂടി അവരെ ഓർക്കാനുള്ള ഓർമ്മ എന്ന് പറയുന്നത് ഈ വീടാണ്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിച്ചാണ്. കേട്ടോ? കേട്ടോ മുത്തശ്ശ? മുത്തശ്ശ, എൻ്റെ കൈ വേദനിക്കുന്നു. അത് പറഞ്ഞപ്പോ ഇന്നലെ നീ കാരണം എനിക്ക് ഉണ്ടായ ഒരു അപമാനം, അത് എത്ര ഞാൻ മറക്കാൻ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. അതിന് നിനക്കുള്ള പണി ഞാൻ തന്നിട്ടേ നിന്നെ ഞാനിപ്പം പറഞ്ഞേക്കത്തുള്ളൂ. അതിനിപ്പോൾ എന്ത് സംഭവിച്ചാലും. മുത്തശ്ശ, ഞാൻ ഇന്നലെ ഒന്നും ചെയ്തില്ലല്ലോ മുത്തശ്ശ. മുത്തശ്ശ എന്നെ വേദനിപ്പിക്കരുത് മുത്തശ്ശ. എനിക്ക് ഈ അടി ഇന്നലെ നീ കാരണം എനിക്കുണ്ടായ അപമാനത്തിന് ഈ അടി നീ ഇന്നലെ അവൻ്റെ കൂടെ പുറത്തു പോയത്. കൈയെടുക്ക്. കൈയെടുക്കാൻ മോനെ. ആരും ആ വൃത്തികെട്ട വായ കൊണ്ട് എൻ്റെ പേര് ഉച്ചരിച്ചു പോയിരുന്നു നിങ്ങൾ. നീ എന്താ മോനെ ഈ പറയുന്നത്? നിനക്കൊന്നും അറിയത്തില്ല. നീ സംസാരിക്കാൻ വരണ്ടെന്ന് ഇത്രയും നേരം കേട്ടതും ഒക്കെ ഞാൻ എൻ്റെ ചെവി കൊണ്ടാണ്. എനിക്കെല്ലാം മനസ്സിലായി. പിന്നെ മുത്തശ്ശൻ വിചാരിക്കുന്നുണ്ട് ചെറുപ്പത്തിൽ കാണുന്ന ആ ചെറിയ ആരുമല്ല ഇപ്പോൾ എല്ലാം മനസ്സിലാക്കാനും അതിന് തിരിച്ച് മറുപടി പറയാനും അറിയുന്ന മുത്തശ്ശൻ്റെ തന്നെ ചോര. പിന്നെ മുത്തശ്ശൻ്റെ ഈ വൃത്തികെട്ട ചിന്താഗതിക്ക് അനുസരിച്ച് നിൽക്കുന്ന പലരും ഉണ്ടാവും ഇവിടെ. അതിനനുസരിച്ച് തുള്ളാൻ ഈ ആരോണിനെ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഇനി മേലിൽ ഈ കയ്യെങ്ങാനും ഈ ജുവാൻ്റെ മേലെ പതിങ്ങുന്നത് ഞാൻ കണ്ടാൽ മുത്തശ്ശനാണോന്നൊന്നും ഈ ആരോൺ ഫിലിപ്പ് നോക്കിയെന്ന് വരില്ല. ആലോചിച്ചോ? ജുവാൻ, just see yourself. എന്താണിത്?
ജുവാൻ, ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നീ എന്താ അയാളോട് ഒരു അക്ഷരം വേണ്ടാത്ത? ജുവാൻ നിന്നോടാ ചോദിച്ചേ. നമുക്കൊരിക്കലും മുത്തശ്ശനെതിരെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ വേറൊരു സാധാരണക്കാരനല്ല മുത്തശ്ശൻ. അത് നിനക്ക് എങ്ങനെ അറിയാം? അത് ഒരിക്കൽ ജോൻ, നീ ചായ ഒന്ന് മുത്തശ്ശനോണ്ട് കൊടുത്ത്. അല്ലല്ലേ ചേച്ചി, ഇതാ ഇപ്പൊ കൊടുക്കാം. അവിടുത്തെ മീറ്റിംഗ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു അത് ശരിക്കും ഒരു വെറും നടന്ന മീറ്റിംഗ് ആയിരിക്കത്തില്ല, എന്തെങ്കിലും ഒരു വലിയ കാര്യം അതിൻ്റെ പിന്നിലുണ്ടാവും എന്നുള്ളത്. ആ മീറ്റിങ്ങിന് ശേഷം മുത്തശ്ശൻ പുറത്തു പോയ സമയത്ത് ഞാൻ മുത്തശ്ശൻ്റെ റൂമിൽ കയറി അവിടുത്തെ ഫയൽസൊക്കെ എടുത്ത് പരിശോധിച്ചു. റായോ ഫിലിപ്പ് എന്ന് പറഞ്ഞ മുത്തശ്ശൻ്റെ അണ്ടറിൽ ഒരു ഹ്യൂജ് ഓർഗനൈസേഷൻ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, അതും റായോഫിൽ കമ്പനി എന്ന പേരിൽ. റായോഫിൽ കമ്പനിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസും വെൽ ടാലൻറ്റഡ് ആയിരുന്നു. കാരണം അവരുടെ കമ്പനിയുടെ ഗ്രോത്തിന് ഒരിക്കലും ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. ഇത് കാരണം തന്നെ ബാക്കിയുള്ള കമ്പനീസിലെ CEOസിനും മറ്റ് പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ അത് വലിയ രീതിയിലുള്ള അത്ഭുതമായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിലൊരു ബിഗ് ഡേഞ്ചറസ് ട്രൂത്ത് തന്നെ ഉണ്ടായിരുന്നു. റായോഫിൽ കമ്പനി ഹാസ് മെർജ്ഡ് വിത്ത് എ ഹ്യൂജ് നർക്കോട്ടിക്സ് ടീം നെയ്മഡ് ഷറായ. ഷറായ ഗ്രൂപ്പ് അവർക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നൊരു ചെറിയ ഷുഗർ ടൈപ്പ് പൗഡർ ഉണ്ടായിരുന്നു. ഈ പൗഡറിനെ പറ്റിയിട്ട് റായോ ഫിലിപ്പ് അവരുടെ എംപ്ലോയീസിൻ്റെ ഇടയിൽ ഹ്യൂജ് പ്രൊമോഷൻ തന്നെ നടത്തിക്കൊണ്ടുവന്നു. അങ്ങനെ പറഞ്ഞ് ഈ ടൈപ്പ് ഓഫ് ഷുഗർ പൗഡർ അവരവരുടെ എംപ്ലോയീസിനെ കൊണ്ട് യൂസ് ചെയ്യിപ്പിക്കാൻ തുടങ്ങി. ഇതിൻ്റെ എഫക്റ്റായിട്ട് അവരുടെ ആൾക്കാരുടെ സ്കിൽസ് വർദ്ധിച്ചു. അതിനനുസരിച്ച് അവരുടെ കമ്പനിയുടെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്ത് വെറും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരുന്ന റായോഫിൽ എന്ന ഈ കമ്പനി ഒരു ബിഗ് ഓർഗനൈസേഷൻ തന്നെ ആയി മാറിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒക്കെ സൈഡ് എഫക്റ്റായി തൗസൻഡ്സ് ഓഫ് പീപ്പിൾസ് വുഡ് ഡെഡ് ബിക്കോസ് ഓഫ് ദ സൈഡ് എഫക്റ്റ് ഓഫ് ദസ് ഡ്രഗ്സ്. ഇത് മനസ്സിലാക്കിയ കുറച്ച് എംപ്ലോയീസ് അതിൻ്റെ പ്രതിഷേധമായിട്ട് അവിടെ ഒരു ചെറിയ സ്ട്രൈക്കൊക്കെ നടത്താൻ തുടങ്ങി. ഇത് 10 പേരെ ആൾക്കാരുണ്ടായിരുന്നു. ഇതറിഞ്ഞ് റായോ ഫിലിപ്പ് അങ്ങനെ അടങ്ങിയിരിക്കുകയോ ഇല്ല. അയാൾ എന്ത് ചെയ്തത് മെല്ലെ ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് അവരെയും കൊന്നൊടുക്കി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഷറായ ഗ്രൂപ്പ്. അങ്ങനെ ശരിക്കും പറഞ്ഞ 2000 പേരെ ആൾക്കാർ മരണപ്പെട്ട ഒരു ബിഗ് മർഡർ തന്നെ അതായി മാറി. എന്നാൽ ഇതിനെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇടാൻ ലോകം മൊത്തം അത് അറിയുമെന്നായിരുന്നു കരുതിയത്. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. ഗവൺമെൻറ്റിൻ്റെ കൂടെ സപ്പോർട്ടോട് കൂടിയിട്ട് അവരുടെ കമ്പനിയുടെ ഗ്രോത്ത് വർദ്ധിക്കുക തന്നെ ഉണ്ടായി. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഉള്ള ഏറ്റവും വലിയ തല എന്ന് പറയുന്നത് ദാറ്റ് റായോ ഫിലിപ്പായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്ന ഇയാളോട് ഞാൻ ഒരാളെ ചേർത്ത് നിന്നാൽ അത് നടക്കുമോ? നിങ്ങളൊന്ന് പറ. ഒരിക്കലും നടക്കത്തില്ല. എങ്ങനെ നടക്കാനാ? ഇതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പോൾ അയാൾ കൊറിയയിലുള്ള ഏതോ ജങ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏതോ കമ്പനിയായിട്ട് ഒരു ഡീൽ ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ ട്രൂത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിക്കാർക്ക് അറിയത്തില്ല ഇവരിപ്പോൾ കൊടുക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ആണ്, അത് അവരുടെ നാടിനെയോ നാട്ടുകാർക്കോ കൂടുതൽ എഫക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യമൊന്നും. പക്ഷേ അതറിയിക്കാനുള്ള ഒരു വഴിയോ ചാൻസോ ഇല്ല. ഇതെല്ലാം ഞാൻ അറിയുന്നത് മുത്തശ്ശൻ പോകുന്ന സമയത്ത് മുത്തശ്ശൻ്റെ ഫയൽസ് കാരണം. ഞാൻ ഇതിനൊക്കെ എതിരായിട്ട് ചെറുതായിട്ടൊരു കാര്യം ചെയ്യാൻ ശ്രമിച്ചു, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനൊക്കെ. പക്ഷേ അതും മുത്തശ്ശൻ കണ്ടുപിടിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ അത് ആളാരാന്നുള്ളത് മുത്തശ്ശി കണ്ടുപിടിച്ചില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞു, അതിന് പിന്നാലെ നടന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു. അന്ന് ഞാൻ മനസ്സിലാക്കി ഇതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കെൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കുമെന്ന്. പിന്നീട് ഞാൻ അതിന് പിന്നാലെ പോകാണ്ടായി. ഇതൊന്നും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളോട് എൻ്റെ ലൈഫിന് വേണ്ടി ഇവിടെ ചേർത്ത് നിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ മുത്തശ്ശൻ നിങ്ങളെയും കൊല്ലും. ഒരിക്കലും സ്വന്തം ചോര എന്നുള്ള കരുണ ആരോണേട്ടന് തരില്ല. പിന്നെ ഹെയ്സൽ, നിന്നോട് പറയാമെന്നുണ്ടെങ്കിൽ ഞാനെൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരാളെ എനിക്ക് ഇത്രയ്ക്കും പ്രയോറിറ്റി തരുന്നതാണ്. ലില്ലി ചേച്ചിയും ആരോണേട്ടനും കഴിഞ്ഞാൽ ലൈഫിൽ ആദ്യമായിട്ട് ഒരാളെ എനിക്ക് ഇത്രയ്ക്ക് പ്രയോറിറ്റി തരുന്നത്. അങ്ങനെയുള്ള നിന്നെ
വിലക്ക് കൊടുക്കാൻ എനിക്ക് വയ്യ. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ രണ്ടുപേരും തിരിച്ച് കൊറിയയിലേക്ക് തന്നെ പോകണം. ഇവിടെ നിൽക്കണ്ട. അത് നിങ്ങൾക്ക് ലൈഫിന് ആപത്ത് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. ആരു, നിനക്ക് മനസ്സിലായോ? ആടാ, ഇനി ഞാൻ പറഞ്ഞു തരണോ? വേണ്ട, എന്നൊരു മിനിറ്റ്. ജോൺ, നീ ഇവിടെ വാ. എങ്ങോട്ടാ ഹീസൽ? ഇവിടെ വരാനാ ഞാൻ പറഞ്ഞ്. ഹീസൽ, നീ എന്നെ എവിടെയൊക്കെ കൊണ്ടുപോകുന്നു? എനിക്ക് ഞാൻ ഇത്രയും പറഞ്ഞിട്ടൊന്നും മനസ്സിലായില്ലേ? മുത്തശ്ശനെ വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റോപ്പ്. നീ ഞാൻ പറയുന്നത് കേട്ടാൽ മാത്രം മതി. നീ ഇങ്ങോട്ടൊന്നും തന്നെ പറയേണ്ടതില്ല ജോൻ. ആൻഡ് ജോൻ, തമാശയല്ല, ഞാനിപ്പോ പറയാൻ വന്നത് സീരിയസ് ആയിട്ട് നീ എടുക്കണം. I love you. I love you, not like a brother love. It's I love you, the core of my heart. Will you be my boyfriend? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ജുവാൻ, നീ അറിയാതെ വേറെ പലതും ഉണ്ട്. സോ അതൊക്കെ ഞാൻ നിന്നെ വഴിയെ പറഞ്ഞ് മനസ്സിലാക്കാം. എനിക്കിപ്പോൾ പറയാനുള്ളത്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അതിനുള്ള ആൻസർ മാത്രം എനിക്ക് കിട്ടിയാൽ മതി. വേറെ ഒന്നും നീ ഇപ്പോൾ പറയണ്ട. യു ലവ് മീ ഓർ നോട്ട്? ഹേസൽ, അത് ഐ വോണ്ട് ആൻ ആൻസർ. യെസ് ഓർ നോ? ഹേസൽ, യെസ് ഓർ നോ? ഓക്കെ. ഹേസൽ, യെസ്, ഐ ലവ് യു ടു. ഐ ലവ് യു ടു ഹേസൽ. പ്ലീസ് ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇതായിരുന്നു എനിക്ക് കിട്ടേണ്ടത്. സോ ഇനി മുതൽ നീ എൻ്റെ ബോയ് ഫ്രണ്ടാണ്. നീ എൻ്റെ ബോയ് ഫ്രണ്ടാണ്. സോ നോ വൺ ഹാസ് ടച്ച് യു വിതൗട്ട് ദ പെർമിഷൻ ഓഫ് ഹേസൽ ജാൻ. Come with me. നിനക്കെന്നെ വിശ്വാസമില്ലേ? ഉണ്ട്. അപ്പോൾ എൻ്റെ ജോയിൻ, ഇനി ടെൻഷൻ അടിക്കേണ്ട. നിനക്ക് എന്തിനും ഏതിനും നിൻ്റെ സ്വന്തം ഹേസലുണ്ടാവും. അതുകൊണ്ട് തന്നെ എൻ്റെ ജോയിനിന് ഒരു കാര്യമില്ല, ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ? ഓക്കെ. ഗുഡ് ബൈ. ലില്ലി ആൻറ്റി. എന്താ മോനെ? ലില്ലി ആൻറ്റി, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. ആരും എവിടെ? ആരും, ലില്ലി ആൻറ്റി, മുത്തശ്ശ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സോ ഐ എം ഗോയിങ് ടു കൊറിയ. വാട്ട്? നീ എന്താ ഹേസൽ പറയുന്നത്? എനിക്ക് മനസ്സിലായി. നീ കൊറിയക്ക് പോവാന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. അതെ ആരോ, ഞാൻ കൊറിയയിലേക്ക് തിരിച്ചു പോവാണ്. പക്ഷെ ഞാൻ ഒറ്റക്കല്ല പോകുന്നത്. പിന്നെ ആരും മോനെ, നീയും പോകുന്നുണ്ടോ എൻ്റെ കൂടെ? നോ, ആരും എൻ്റെ കൂടെ വരുന്നില്ല. ലില്ലി ആൻറ്റി, ഞാൻ പോവാണ്. എൻ്റെ കൂടെ ഞാൻ പോകുമ്പോൾ ജുവാനും എൻ്റെ കൂടെ ഉണ്ടാവും. നീ എന്ത് പൊട്ടത്തര ഈ വിളിച്ച് പറയുന്ന ഹേസലെ? സ്വന്തമായിട്ടൊരു പാസ്പോർട്ട് പോലും ഇല്ലാത്ത അവനാണ് നിന്റെ കൂടെ വരാൻ പോകുന്നത്. പറയുന്നതിനും ഇല്ലൊരു അതിര്. സോ ജുവാനുള്ള പാസ്പോർട്ടിന് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് കുറച്ചായി ഞാൻ കൊടുത്തിട്ട്. അത് റെഡിയായി കിട്ടുകയും ചെയ്തു. അത് ഞാൻ അന്ന് അവനേറ്റ് പുറത്ത് പോയപ്പോൾ ഞാൻ ശരിയാക്കി എടുത്താണ്. സോ എനിക്ക് പറയാനുള്ളത്, നാളെ മോർണിംഗ് ആണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. സോ ഇന്ന് നൈറ്റ് ഒരു 2 o'clock ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതായിരിക്കും എയർപോർട്ടിലേക്ക്. സോ ആരും, ഞാൻ നീ വരണമെന്നില്ല. നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് എയർപോർട്ട് വരെ നീ കൊണ്ടാക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ജോൺ വാ, എൻ്റെ കൂടെ വാ. നമ്മളെങ്ങനെ പോകാനാ? മുത്തശ്ശൻ പറഞ്ഞ പോലെ എനിക്ക് പാസ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല.
ഡോണ്ട് ടോക്ക്. തൽക്കാലം എൻ്റെ കൊച്ചിപ്പ് ഇനി ഒന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. വേഗം പോയി കിടന്നവരൊക്കെ ഇന്ന് രാത്രി 2 മണിക്കാണ് നമുക്ക് എണീച്ച് പോകാനുള്ളത്. സോ വേഗം പോയി കിടന്ന് ഇതാ ഞാനും വരുന്നു. ഹേസൽ, എനിക്ക് ചെറുതായിട്ടൊരു പേടി പോലെ. ജോൺ, ക്യാൻ ഐ ഹഗ് യു? ആ, ഞാനൊന്ന് നിന്നെ ഹഗ് ചെയ്തോട്ടെ. ഓ, എന്തൊരു ടൈനിയാ ജോൺ, നീ എന്തൊരു കുഞ്ഞാ. നിന്റെ പീസ്റ്റൊന്നും തീരെ ഇല്ല. ഹേസൽ, ഞാൻ നിന്നോട് എന്താ ചോദിച്ചാൽ നീ എന്താ പറയുന്നേ? നീ ഇവിടെ വാ, നിന്നൊന്ന് കെട്ടിപ്പിടിക്കണം ഞാൻ വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലം ഇപ്പോഴാണ് സാധിച്ചത്. എൻ്റെ കൊച്ചിനോട് ഞാൻ പറഞ്ഞില്ല ഒന്നും ആലോചിക്കണ്ടെന്ന്. ഇപ്പം കിടന്ന് ഉറങ്ങാൻ നോക്കിക്ക്. എല്ലാം ഞാനേ എൻ്റെ കൺട്രോൾ പോയി വല്ലതും ചെയ്തു. വേണ്ട. ഗുഡ് ബൈ. എന്നാ വേഗം കിടന്ന് ഉറങ്ങ്. ഹലോ, ഇറ്റ്സ് ഫിലിപ്പ്. വിൻസാണ്, എനിക്ക് തന്നെ കൊണ്ടൊരു ഉപകാരം വേണമായിരുന്നു. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ എന്നാ നമുക്ക് ഇറങ്ങിയാലോ? എടാ ഇറങ്ങാം. ഞാൻ കാർ ഓടിക്കാം. നിങ്ങൾക്ക് ഏതായാലും ഇനിയിപ്പം ഉറക്കൊന്നും റെഡി ആകത്തില്ല. രണ്ടുപേരും ബാക്ക് സീറ്റിലിരുന്നു. ആ, ലിലി ചേച്ചി, സന്തോഷമായിട്ട് പോയിട്ട് വാ. എന്തായാലും എവിടെയാണെങ്കിലും ജോൻ ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ ഓക്കെ ലിലി ചേച്ചി. Wuda, വിൻസൻ. വിൻസൻ, നീ എന്താ ഇവിടെ? ആരോ? ഹേസൽ, നിങ്ങൾ രണ്ടുപേരും? ഫിലിപ്പാണോ എന്നെ പറഞ്ഞേച്ചേ? ആ അതെ. സോ ഇറ്റ് മീൻസ് ഇതാണോ ജോൻ? അതെ. എന്നെ അയാൾ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ രണ്ടുപേരെയും കൊന്നിട്ട് ഇവനെ കയ്യിൽ നിന്നും സേഫായിട്ട് അയാളുടെ അടുത്തെത്തിക്കാൻ. അതെല്ലാം ഞാൻ ആദ്യം മനസ്സിലാക്കിയതാ വിൻസൻ. അയാൾക്കറിയത്തില്ലല്ലോ ഞങ്ങൾ അയാളെക്കാട്ടി മേലെ ഹാൻഡ് ഓവറുള്ള ആൾക്കാരാണെന്നുള്ളത്. അയാൾ എനിക്ക് ഉറപ്പായിരുന്നു നിന്നെ തന്നെ ചൂസ് ചെയ്യുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനൊരു പ്രീ പ്ലാൻ നടത്തിയത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നിലവിൽ എന്താ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഒക്കെയാണ്. ആ ഓക്കെ. എൻ്റെ മൈൻഡിലൊരു പ്ലാൻ ഉണ്ട്. ആരു, നീ സ്ട്രെയിറ്റ് വീട്ടിലേക്ക്. അവിടെ നിന്ന് കഴിയാവുന്നതും മമ്മീനെയും കൊണ്ട് നാളെ തന്നെ നീ കൊറിയയിലേക്ക് പോകണം. പക്ഷെ നീ കൊറിയയിലേക്ക് പോകുന്നെന്നുള്ള കാര്യം അദ്ദേഹം അറിയരുത്. പിന്നെ അതെങ്ങനെ ശരിയാവും? അതിനൊരു വഴിയുണ്ട്. ഇന്ന് നീ അവിടേക്ക് പോകുമ്പോൾ അയാളുടെ മുമ്പിൽ ഒരു ഹ്യൂജ് ഡ്രാമ നീ അവതരിപ്പിക്കേണ്ടി വരും. ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചെന്നോ അതിൽ ഇവർ രണ്ടുപേരും മരിച്ചെന്നോ അങ്ങനൊരു ചെറിയ, പക്ഷെ അതൊരു ചെറിയ പ്ലാനിൽ അത്യാവശ്യം കുറച്ച് പണിയുള്ള പ്ലാനാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. നിൻ്റെ മമ്മീനെ ആദ്യം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ദെൻ നീ ഇങ്ങനെ ഡ്രാമ അയാളുടെ മുമ്പിൽ ചെയ്യേണ്ടി വരും. അതിന് നിൻ്റെ മമ്മിയുടെ ഹെൽപ്പ് നിനക്ക് വേണ്ടി വരും. സോ ഇപ്പോൾ നിലവിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീയും മമ്മിയും കൊറിയയിലേക്ക് പോവാന്നുള്ളത് അദ്ദേഹത്തെ അറിയിക്കണം. അതായിരിക്കും അദ്ദേഹത്തിനും നല്ലതെന്ന് അയാൾക്ക് ഉറപ്പായിട്ടും അറിയാം. സോ അതിന് അയാൾ എന്തെങ്കിലും സമ്മതിക്കും. അങ്ങനെ ഒരു പ്ലാൻ ഇട്ട് നിങ്ങൾ നാളെ പോയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഞാൻ വെച്ചു. ഓക്കെ, ഈ പ്ലാനൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ വിൻസൻ, നീ വിചാരിച്ച പോലെ തന്നെ നടക്കട്ടെ. അപ്പോൾ ഞങ്ങളെന്നാൽ ഇറങ്ങാം. ഓക്കെ വിൻസൻ, ബൈ. ആരു, ശ്രദ്ധിച്ചു പോ. ഓക്കേടാ ഹൈസൽ, നീ അവിടെ എത്തി എന്തായാലും ഒന്ന് കോൾ ചെയ്യ് ഓർ മെസ്സേജ് അയച്ചിട്ട്. വിൻസൻ, നീ ഇപ്പോൾ എവിടേക്കാ? എനിക്ക് ചെറുതായിട്ടൊരു പണിയുണ്ട്, ഒരു ചെറിയ ഡീലുണ്ട്. എന്നാ ബൈ ബൈ. ഹേസൽ, അവിടെ ഇപ്പം എന്താ നടന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. എൻ്റെ പൊന്ന് ജോനെ, നീ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ വെറും അവനൊരു CEO ആൻഡ് ഐ ആം ആൻ ഐഡൽ അങ്ങനെ മാത്രമല്ല. നമ്മുടെ ബാക്കിലൊരു ബിഗ് മാഫിയ സ്റ്റോറി ഇവിടെ ഉണ്ട്. മാഫിയ സ്റ്റോറി? ഞങ്ങൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഫസ്റ്റായിട്ട് വിൻസനെ കാണുന്നത്. അതും ഒരു ആക്സിഡൻ്റ് ആയിരുന്നു.
അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടും അവൻ്റെ കാറിൽ വരുമായിരുന്നു. ആ സമയത്താണ് കാർ ആക്സിഡൻ്റ് ആയി കിടക്കുന്നത് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ പോയി രക്ഷിച്ചു. പക്ഷെ അന്ന് ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾ രക്ഷിക്കാൻ പോകുന്നതും ഞങ്ങളുടെ ലൈഫ് മാറി മറിയുന്നുള്ളത്. കാരണം അന്ന് ഞങ്ങൾ രക്ഷിച്ചത് കൊറിയ തന്നെ ഭരിക്കുന്ന മാഫിയ ഗ്യാങ്ങിൻ്റെ തലവനെയായിരുന്നു, മിസ്റ്റർ വിൻസൺ. ഞങ്ങൾ അദ്ദേഹത്തെ രക്ഷിച്ച അന്ന് അവിടെ കൊണ്ടാക്കിയപ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലായി സത്യമുള്ള ആൾക്കാരാണെന്നുള്ളത്. പിന്നെ ഞങ്ങൾ അവരുടെ കൂടെ കൂട്ടുമായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങളുടെ വളർച്ചയായിരുന്നു. ആ സമയത്താണ് നിന്റെ ഈ ഒരു ഇമെയിൽ ഞങ്ങളുടെ ഇൻബോക്സിൽ എത്തുന്നത്. ഇമെയിൽ? ബട്ട് അത് ഓൾറെഡി ഡിലീറ്റ് ആയതല്ലേ? നിന്റെ ഫിലിപ്പ് എന്ന് പറയുന്ന മുത്തശ്ശൻ അത് ഹാക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പേ അതെല്ലാം ഞങ്ങളുടെ ഇൻബോക്സിൽ സേവ് ആയി കഴിഞ്ഞിരുന്നു. അന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അത് അയച്ച ആളാരാന്നുള്ളത്. ഞങ്ങൾക്ക് മനസ്സിലായി അത് നീ ആയിരുന്നു എന്നുള്ളത്. അപ്പം ഞങ്ങൾക്ക് ഉറപ്പായത് ഒരിക്കലും നീ അവിടെ സെക്യൂർഡ് അല്ല എന്നുള്ളത്. അന്ന് വിൻസനാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് നമ്മൾ നാട്ടിലെത്തണം, അതുപോലെ തന്നെ ഒരു ചെറിയ ഡ്രാമ പ്രീ പ്ലാനിങ് നമുക്ക് വേണ്ടി വരും എന്നൊക്കെ. അതിൻ്റെ ഒരു ബേസിലാണ് ഞാനും ആരും നാട്ടിലെത്തുന്നതും എല്ലാം. പിന്നെ അപ്പോഴും ഞങ്ങൾ ഇത്രയൊക്കെ ഡ്രാമ കളിച്ചത് ഈ ഫിലിപ്പ് അത്ര സാധാരണക്കാരനല്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു ഡ്രാമ ഞങ്ങൾക്ക് അവിടെ കളിക്കേണ്ടത്. സോ അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി അതിന് പിന്നിലുണ്ട്. അപ്പോൾ ഇനി ഫിലിപ്പ് വിൻസൺ കൈവച്ചു, പിന്നെ ഫിലിപ്പിന്റെ ചാപ്റ്റർ ക്ലോസാ. ഓ അങ്ങനെയാണോ? സോ നമ്മളങ്ങനെ വിചാരിച്ച പോലെ എല്ലാം നടന്നു അല്ലേ വിൻസൺ? അതെ. അപ്പോൾ എനിക്ക് ടൈമില്ല, ഞാൻ പോവാണ് സാർ. കാരണം എനിക്ക് ഇന്നത്തെ ഫ്ലൈറ്റിന് കൊറിയയിലെത്തണം. ആണോ? ഓക്കെ. എന്നാൽ താൻ അപ്പോൾ ഓക്കെ. സീ യു ഫോർ എവർ. വാട്ട്? സീ യു ഫോർ എവർ?